അതെ നമ്മുടെ ആൻസക്കുട്ടനെ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു? പഴംപൊരി തിന്നോ? ആര്? ഇവിടെ ആരും പഴംപൊരി ഒന്നും തിന്നിട്ടില്ല. നീ ഇതിങ്ങനെ റോഡല്ലേ, ഇവിടുന്ന് റോഡ് ഇങ്ങനെ താഴേക്ക് പോവാ, ചെറിയൊരു കയറ്റാണ്. പോണതാണ് ആൻസ്. പിള്ളേരൊക്കെ വന്നു തുടങ്ങി. രാവിലത്തെ എക്സാമിൻ്റെ പിള്ളേരൊക്കെ തിരിച്ചു പോയി തുടങ്ങി. ഇതാ പോകുന്ന ആൻസും ഇപ്പൊ വണ്ടി കയറിയ കൊച്ചു. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആൻസൂട്ടന് ഇന്ന് എക്സാം ആണ്. അപ്പോൾ അടിസ്ഥാന ശാസ്ത്രം, ബേസിക് സയൻസ് ആണ് ആൻസൂട്ടൻ്റെ ഇന്നത്തെ എക്സാം. ഇപ്പം എനിക്കിന്നില്ല കേട്ടോ, പെരുന്നാൾ പ്രമാണിച്ച് എനിക്ക് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അവധിയാണ്, പിന്നെ ശനി ഞായറും, അങ്ങനെ 4 ദിവസം എനിക്ക് ബോണസോട് കൂടി അവധി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആൻസൂട്ടന് ഇന്ന് എക്സാം ആണ്. നാളെ ആൻസിന് എക്സാം ഇല്ല. ആർക്ക്? ആൻസിന് നാളെ കഴിഞ്ഞ് ഞായറാഴ്ചയൊക്കെ അവധിയാ. തിങ്കളാഴ്ച ഉണ്ടോ എക്സാം? സിലബസ് നോക്കണം. ഒരു കൊച്ചുകൂടെ നിൽപ്പുണ്ടല്ലോ, നീ അറിയുന്നതാണോ? കയറാൻ പറ. നീ പറയടാ, നീ പറ കയറാൻ. ആൻസ് കൂട്ടന്റെ ഫ്രണ്ടിനെയും കയറ്റിയിട്ടുണ്ട്. ആൻസിനെ നമുക്ക് സ്കൂളിലേക്ക് കൊണ്ടുവിടാം. നിനക്ക് വല്ലതും പറയാനുണ്ടോ ആൻസേ? ഒന്നും പറയാനില്ലേ? പഠിച്ച പരീക്ഷയ്ക്കാ? ഈ കൊച്ചെത്രയിലാടാ? 9-ലാണ്. ആ, അഭിഷേകിന്റെ കൂടെയാ? അപ്പൊ നമുക്ക് പിന്നെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് വരാം. അതാ ആൻസൂട്ടന്റെ സ്കൂൾ എത്തിയിട്ടുണ്ട്. അവനെ ഇറങ്ങി പോണതാണ് ആൻസ്. പിള്ളേരൊക്കെ വന്നു തുടങ്ങി. രാവിലത്തെ എക്സാമിൻ്റെ പിള്ളേരൊക്കെ തിരിച്ചു പോയി തുടങ്ങി. ഇതാ പോകുന്ന ആൻസും ഇപ്പൊ വണ്ടി കയറിയ കൊച്ചു. അപ്പം വീട്ടിലേക്ക് പോകാം. നല്ല വെയിലാണ് കേട്ടോ, നല്ല വെയിലുമാണ്. അത് മാത്രമല്ല, വഴിനീളെ കണിക്കൊന്നകൾ പൂത്തു നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഹായ്. അങ്ങനെ ആൻസൂട്ടിനെ സ്കൂളിലൊക്കെ കൊണ്ടുവിട്ടിട്ട് വന്ന് ഞാൻ നേരെ കയറി കിടന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങിട്ടോ. 1-2 മണിക്കൂർ, 1.5 മണിക്കൂർ ഉറങ്ങി. സമയം 3 മണിയായി. പകലിതായി കട്ടിലിൽ കിടന്നാണ് ഉറങ്ങിയത്. ഒത്തിരി നാൾ കൂടിയിട്ടാണ് ഒരു പകലുറക്കം. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു, പക്ഷെ അത് ഇതുവരെ നടന്നില്ല. ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയാമോ? എനിക്ക് ഈ വീട്ടിൽ കാണാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കാണിച്ചത്. മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു. ഞാൻ വെളിയിലിടുന്ന ചെരുപ്പുകളെല്ലാം അപ്പുറത്താണ് കിടക്കണേ. തൽക്കാലം നമുക്ക് ആൻസിൻ്റെ ഒരു ചെരുപ്പിടാം. എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം കാണിച്ചതാ കേട്ടോ. മണ്ണ് കൊണ്ട് കുത്തിയേക്കണണ്ട കുറച്ച് ആവശ്യത്തിന്. ഇതാ എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ്, ഈ തൂണ്. എനിക്ക് തൂണ് ഭയങ്കര ഇഷ്ടമാണ്. പഴയ മോഡലിൽ ഉണ്ടാക്കിയിരിക്കുന്ന തൂണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പുറത്തെ തൂണ് കാണിച്ചുതരാം. ഇത് കണ്ടോ? ആ തൂണിൻ്റെ ഷേപ്പിലാണ് നമ്മുടെ പോർച്ചിലെ തൂണ്. ഇത് കണ്ടോ? നാല് തൂണുണ്ട്. അതായത് ഇതൊന്ന്, അതൊന്ന്, പിന്നെ പോർച്ചിൽ 2. അത് മാത്രമല്ല,
പോർച്ചിൻ്റെ ആ ഒരു മുകൾ ഭാഗം കണ്ട, അതും ആ തൂണിൻ്റെ ഒരു ഡിസൈനിലാണ് പോയിരിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, ഇതെല്ലാം ഈ വീടിൻ്റെ ഓരോ ഭാഗങ്ങളും ആ ഒരു ഡിസൈനിൽ തന്നെ. ഇതിങ്ങനെ റോഡല്ലേ, ഇവിടുന്ന് റോഡിങ്ങനെ താഴേക്ക് പോവാം. ചെറിയൊരു കയറ്റം അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ. അപ്പോൾ ഈ റോട്ടിൽ നിന്നും ചെറിയൊരു കയറ്റത്താണ് വീട് ഇരിക്കുന്നത് കേട്ടോ. റോഡിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി അത് ചെറിയൊരു സ്ലോപ്പ് ഇങ്ങനെ വരും. ഇങ്ങനെ ചെറിയൊരു സ്ലോപ്പാണ് കണ്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റോഡിൻ്റെ ലെവലായിട്ടിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടമാണ് ഇച്ചിരി ഉയരത്തിലായിട്ടിങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അത് മാത്രമൊന്നുമല്ല, വേറെ മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട്, നമ്മുടെ പറമ്പിൽ വേറെ മരങ്ങളൊന്നുമില്ല. 2 തെങ്ങൊഴിച്ച് വേറെ മരമായിട്ടൊന്നുമില്ല കേട്ടോ. 2 തെങ്ങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കുവേ ആകാശം കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. എനിക്കതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ആകാശം കണ്ടോ. പ്രാണിയുടെ കുഞ്ഞെൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവൻ കള്ളച്ചെറുക്കനാണേ, കള്ളച്ചെറുക്കനാണ്. നമ്മളെ തൊടിയിക്കത്തൊന്നുമില്ല, അവന് തൊടുന്നതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് അവനൊരു കള്ളച്ചെറുക്കനാണ്. അപ്പോൾ മാറിപ്പോയി, എനിക്ക് തൊടാൻ പറ്റാത്തടത്ത് പോയി മാറിപ്പോയി കിടക്കുന്നതുണ്ടോ. 2 മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കുവേ ഇത് കണ്ടോ, നമ്മുടെ റോസയിൽ പൂച്ചെണ്ട് പോലെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കാണിക്കണമെങ്കിൽ ഇച്ചിരി മല്ല, കാരണം പൂവ് അങ്ങ് സൈഡിലേക്ക്. ഇത് കണ്ടോ, അത്യാവശ്യം വലിയ റോസാപ്പൂവാണേ. കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഇതാണ് പനിനീർ റോസ എന്ന് പറയും. അങ്ങ് സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളതാണ് ഈ വീടിൻ്റെ പണ്ടത്തെ ഫാഷനായിരുന്നു. ഇതാ ഇങ്ങനെ ഡിങ് 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 അങ്ങനെ പണിത് വെക്കുന്ന ഒരു രീതി, അതും ഈ വീട്ടിലുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പഴയ രീതികളോടൊക്കെയാണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ മണ്ണ് ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ചട്ടിയിലൊക്കെ നിറച്ച് കുറച്ച് കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചട്ടിയിലൊക്കെ നിറയ്ക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മളെ പിടിപ്പിക്കത്തില്ലെങ്കിലും നമ്മളെ തൊടിക്കത്തില്ലെങ്കിലൊക്കെ ഇവൻ കണ്ടോ, ഇവനിങ്ങനെ നമ്മുടെ കൂടെ നടക്കും കേട്ടോ. ഇനി അവൻ്റെ പരിപാടി ഇനി മൊത്തം മുറ്റലിലായിരുന്നു ഇവൻ 1ഉം 2ഉം ഒക്കെ. ഇനിയിപ്പോൾ ഇവൻ മണ്ണിനകത്തായിരിക്കും. അങ്ങനെ വളവുമായി. വീടിൻ്റെ മതിലിൻ്റെ പെയിൻറ്റ്, അതുപോലെ വീടിൻ്റെ തൂണിൻ്റെ കൊടുത്തിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ. ഈ കളറിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. ഇതെന്തൊരു ബ്രൗണല്ല, ഒരു ആഷ് കളറിൻ്റെ ഡാർക്ക് ഗ്രേ കളറ്. ആ ഒരു കളറ് തന്നെ കൊടുത്തിരിക്കുന്നതാണ് കിണറിനും. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് വന്നപ്പം നല്ല ഭംഗിയില്ല കാണാനായിട്ട്. നിസ്സൂട്ടൻ ഇങ്ങനെ പരീക്ഷയൊക്കെ എഴുതാൻ പോയെങ്കിലും അവൻ്റെ ഓരോ ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ ഈ മൂലയ്ക്കൊക്കെ കാണാൻ കഴിയും കേട്ടോ. ബോളൊക്കെയാണ് കിടക്കുന്നത്. ചെമ്പരത്തിയിലൊക്കെ നിറച്ച് പൂവുണ്ടേ. അപ്പം നമ്മളെ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട് വരെ വന്നതാണ്. പക്ഷേ ആൻസൂട്ടൻ്റെ എക്സാം ഇപ്പോൾ തീർന്നു കാണും. അവനെ വിളിക്കാൻ പോകണം. അവനിനി ഓടിപ്പാഞ്ഞ് വന്നാൽ വല്ല ബസ്സിലും കയറി പോകുമോയെന്ന് അറിയാൻ പാടില്ല. എന്നാലും ഇറങ്ങി വരുമ്പം ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നതിന്. എക്സാം കഴിയുന്ന സമയമായോളൂ. ഇനി എങ്ങാനും നേരത്തെ എഴുതി തീർന്നാൽ ഇറങ്ങി വന്നെങ്കിലേ ഉള്ളൂ. പിന്നെ അവൻ്റെ കാര്യമായതുകൊണ്ട് അത്ര എഴുതാനായിട്ട് വലിയ സ്പീഡൊന്നുമില്ല അങ്ങനെ. അപ്പം അതുകൊണ്ട് പിന്നെ മലയാളമൊക്കെ ആണെങ്കിൽ ഒട്ടും സ്പീഡില്ല. അതുകൊണ്ട് ഇനിയിപ്പം അവനെ കൊണ്ടുവരാനായിട്ട് പോകണം. നല്ലൊരു മഴക്കാറ് വരുന്നുണ്ട് കേട്ടോ. മഴ പെയ്താൽ അടിപൊളിയാകും. പിന്നെ എനിക്ക് ഈ തുണി കട്ട് ചെയ്യാനായിട്ട് എനിക്കൊരു കത്രിക വാങ്ങണമെന്നുണ്ട്. വാങ്ങിച്ചിരാമെന്ന് ചോദിച്ചാൽ ചേട്ടൻ്റെ പിന്നാലെ നടക്കുകയാണ് എൻ്റെ ഇപ്പോഴത്തെ ഹോബി. കാരണം എൻ്റെ ഇപ്പോഴത്തെ കത്രിക ഈ ആൻസൂട്ടനും ചേട്ടനെല്ലാം കൂടി കണ്ടലാതി അതും ഇതും എല്ലാം കട്ട് ചെയ്ത് അതിൻ്റെ മൂർച്ചയും പോയി തുരുമ്പ് എടുത്തിരിക്കും. എനിക്കാണെങ്കിൽ കുറേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ അധികം സാരി ബ്ലൗസൊക്കെ അരിപ്പുണ്ട്. എന്ന് മുതലേ വാങ്ങി വെച്ചിരിക്കുന്ന തുണികളാണ്. ഇതൊന്നും തയ്ച്ചിട്ടില്ല. എനിക്ക് സമയവും കിട്ടാറില്ല. അതുകൊണ്ടാണ് തയ്ക്കാനും പറ്റാത്തത് കേട്ടോ. ഞാനാണെങ്കിൽ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാമെന്ന് ഞാൻ വലിയ അഹങ്കാരത്തോടെ പറയുമൊന്നുമല്ല.
കാര്യം പറഞ്ഞ് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഇപ്പോഴും അറിയാൻ പാടില്ല. ഇപ്പോഴും കട്ടിങ്ങിൻ്റെയൊക്കെ വീഡിയോ വരുമ്പോൾ ഞാൻ എടുത്ത് വെച്ച് കണ്ടുകൊണ്ടിരിക്കും, അതിൻ്റെ അളവുകൾ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ ഒരു ചിന്താമണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നത്. ഞാൻ സ്റ്റിച്ചിങ് എനിക്ക് ചെറുപ്പത്തിൽ തയ്യൽ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ 9-ലൊക്കെ പഠിക്കുന്ന സമയത്ത് 10-ലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ എക്സാം ഇതുപോലെ തന്നെ മധ്യവേനലവധി എക്സാം വരുമല്ലോ, മധ്യവേനലവധി എക്സാം ഒക്കെ കഴിഞ്ഞ് 2 മാസത്തേക്ക് ഈസ്റ്ററിൻ്റെ വിഷുവിൻ്റെ ഒക്കെ ഒരു 2 മാസത്തേക്കുള്ള അവധിക്കാലം വന്നു കഴിയുമ്പോഴത്തേക്കും എൻ്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ തയ്യൽ പഠിക്കാൻ പോകുമായിരുന്നു. ഇപ്പോൾ പണ്ടപ്പള്ളിയിലെ മോളി എന്നും പറയുന്ന ഒരു ചേച്ചിയുണ്ട്. ടോംസ് ടൈലറിങ് സെൻറ്റർ എന്നായിരുന്നു ചേച്ചിയുടെ തയ്യൽക്കടയുടെ പേര്. ചേച്ചിയുടെ വീട് മൂങ്ങാംകുന്നിലായിരുന്നു. ആ ചേച്ചിയുടെ അടുത്താണ് എല്ലാ പിള്ളേരും തയ്യൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചേച്ചി വലിയൊരു സ്റ്റിച്ചിങ് സെൻ്ററൊക്കെ പണ്ടപ്പള്ളിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പണ്ടപ്പള്ളിയിൽ നടുക്കത്തെ കവലയിൽ, പണ്ടപ്പള്ളിയിൽ 3 കവല എന്നാണ് പറയുന്നത്. ഞങ്ങൾ പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നടുക്കത്തെ കവലയിൽ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിക്ക് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു ചേച്ചിയുടെ തയ്യൽക്കട. നീളത്തിലുള്ളൊരു മുറിയായിരുന്നു. കുറേ പേര് തയ്യൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു മോളി ചേച്ചി. അങ്ങനെ അപ്പം എനിക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന അവിടെ ഉണ്ട്. അവിടെ കുറേ തയ്യൽക്കാരുണ്ടായിരുന്നു. അപ്പോൾ മോളി ചേച്ചിയുടെ അടുത്ത് കൊണ്ട് കൊടുക്കുമായിരുന്നു. പക്ഷെ അന്നേരം എൻ്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ അവിടെ ഇരുന്ന് തയ്യൽ പഠിക്കുമായിരുന്നു. എന്നാൽ ഞാൻ വീട്ടിൽ തയ്യൽ പഠിക്കാൻ വിടാമോ എന്ന് ചോദിച്ചിട്ടും ഇല്ല. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പിന്നെ അന്നത്തെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വെച്ചിട്ടാണ് ആയിരിക്കാൻ ചോദിക്കാതിരുന്നത്, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അമ്മച്ചി 1 മാസം തയ്യൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമ്മച്ചിക്ക് മെഷീനൊക്കെ ചവിട്ടാൻ അറിയാമായിരുന്നു. ഇപ്പം അമ്മച്ചി അതെല്ലാം മറന്നും പോയി. അമ്മച്ചി തയ്യൽ പഠിക്കാൻ ചെന്ന വഴി തന്നെ തയ്യൽ പഠിപ്പിക്കുന്ന ചേച്ചീനെ കല്യാണം കഴിപ്പിച്ചു വിട്ടെന്ന്. അമ്മച്ചിയുടെ ചെറുപ്പത്തിൽ 10-16 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് അമ്മച്ചി തയ്യൽ പഠിക്കാൻ പോയി. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലിങ്ങനെ ഒടുങ്ങാതെ കിടക്കുമായിരുന്നു. ബോബിനിൽ എങ്ങനെയാണ് നൂല് കോർക്കാം, അല്ലെങ്കിൽ തയ്യൽ മെഷീനിൽ എങ്ങനെയാണ് നൂല് കോർക്കുന്നത്, ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇതെല്ലാം യൂട്യൂബിലൊക്കെ നോക്കി ബോബിനിലെ നൂല് കോർക്കാനായിട്ട് ഞാൻ ബോബിൻ വാങ്ങിച്ചുകൊണ്ട് ഒരു ദിവസം കോളേജിൽ പോയപ്പം ഇങ്ങനെയാണോ നൂലിടുന്നതെന്ന് കാണിച്ചു തന്നത് അന്ന് ഞാൻ DLED കോഴ്സാണ് പഠിപ്പിക്കുന്നത് അലസറിൽ. അപ്പോൾ അവിടുത്തെ ഓഫീസ് സ്റ്റാഫ് നിസയായിരുന്നു എന്നെ കാണിച്ചു തന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് പഠിച്ചെടുക്കുമായിരുന്നു. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് 2300 രൂപയ്ക്ക് പാലായിൽ നിന്ന് ഞാനൊരു സെക്കൻഡ് ഹാൻഡ് തയ്യൽ മെഷീൻ വാങ്ങി. ആദ്യമായിട്ട് ഞാൻ എൻ്റെ കാൽപാദം കൊണ്ട് ചവിട്ട് പഠിക്കുന്നത് ആ മെഷീനിലായിരുന്നു. 2 ചവിട്ടി 3ൻ്റെ അത് കേടായിപ്പോയി. അത് വേറൊരു നഗ്നമായ സത്യം. അതിന് ശേഷം എന്താണേലും ചവിട്ടാൻ പഠിച്ചെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പിന്നെ ഞാനൊരു ഫസ്റ്റ് ഹാൻഡും പോട്ടെ, പുതിയ മെഷീൻ വാങ്ങുക ചെയ്ത്. അന്ന് 6000 രൂപയ്ക്ക് സിംഗറിൻ്റെ ഒരു മെഷീൻ വാങ്ങിച്ചു. അങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു നൈറ്റി ഉണ്ടായിരുന്നു. അത് കട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ ഒരു പഴയ ബ്ലൗസ് കുത്തഴിച്ചെടുത്തിട്ട് മൊത്തം തേച്ചെടുത്തു. ഓരോ പീസുകളും തേച്ചെടുത്തിട്ട് ഞാനൊരു കാർഡ് ബോർഡിലേക്ക് വെച്ചിട്ട് വരച്ചിട്ട് കാർഡ് ബോർഡ് ആ ഷേപ്പിൽ വെട്ടി. എന്നിട്ട് ആ കാർഡ് ബോർഡ് വെച്ചിട്ടാണ് ഞാൻ ഈ നൈറ്റി പീസ് കട്ട് ചെയ്തെടുത്തത്. സാരി ബ്ലൗസാക്കി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പം ഭയങ്കരമായ സംഭവമായിരുന്നു അതെ. പിന്നെ എന്തുകൊണ്ട് സാരി ബ്ലൗസ് വെച്ചപ്പം എൻ്റെ ആവശ്യങ്ങൾ ഇത് ആ ചേട്ടനാണ്ട് പറഞ്ഞു, സണ്ണി ചേട്ടൻ. അപ്പോൾ എന്തുകൊണ്ട് സാരി ബ്ലൗസ് എന്ന് ചോദിച്ചാൽ കോളേജിലേക്ക് ജോലി കിട്ടി ആദ്യമായിട്ട് അല്ലസർ 2015-ലൊക്കെ പോകുമ്പം സാരികൾ വാങ്ങുന്നുണ്ട്. അപ്പം മൊത്തം സിമസിലെ റിഡക്ഷൻ സെയിലായിരുന്നു എൻ്റെ പരിപാടി. അപ്പം സാരികൾ വാങ്ങിക്കൂട്ടുന്നുണ്ട്. ഇതിനൊന്നും ബ്ലൗസ് ഇല്ല. ബ്ലൗസ് തയ്ക്കാനായിട്ട് വെളിയിൽ കൊടുത്ത് ഭയങ്കര ചാർജായിരുന്നു. കൊക്കിലൊതുങ്ങുന്നതല്ല കൊത്താവെന്ന് പറയുമ്പോൾ ഒന്നും നടക്കണില്ല. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് സ്വയം ഒന്ന് പരീക്ഷിച്ചു കൂടാന്ന് ഓർത്ത്. അപ്പം അയാളുടെ വെറുതെ യൂട്യൂബിനകത്ത് കയറിയിരുന്ന കട്ടിങ് ഷേവിങ് ഒക്കെ പഠിച്ചെടുത്തു എന്ന് പറഞ്ഞാണ് ഈ സ്റ്റിച്ചിങ് ഒക്കെ കാണുമായിരുന്നു വീഡിയോസ്. മൊത്തം ഈ മാത്സ് കണക്കിലാണ് കാര്യം എന്ന് പറയുമ്പോഴാണ് ഈ ടൈലേഴ്സിൻ്റെ ഒക്കെ കാര്യം. മൊത്തം ടൈലറിങ് ട്രിക്കുകളും കണക്കിലാണ്. അതിൻ്റെ പകുതി +1 ആണ് അതിൻ്റെ നീളം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് തയ്യലൊക്കെ പഠിച്ചെടുത്തത്. പിന്നെ അങ്ങനെ തയ്യൽ പഠിച്ചു വന്ന് മെഷീൻ വാങ്ങിച്ചു. പിന്നെ ഒരു ബോക്സ് പല കളറിലുള്ള ത്രെഡുകളൊക്കെ വാങ്ങിച്ചു, നൂലൊക്കെ വാങ്ങി വെച്ചു. പിന്നെ പതുക്കെ വെട്ടി തയ്ച്ചു. ആദ്യമൊന്നും വെട്ടുന്നതൊന്നും പറ്റുന്നുള്ള സാഹിത്യത്തിലായിരുന്നു. അത് വേറെ ആരും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് അവിടെ എത്തില്ല ഇവിടെ എത്തില്ല.
എന്താണേലും എൻ്റെ കറക്റ്റ് അളവൊക്കെ ഞാൻ എടുത്ത് പിടിക്കും. പക്ഷെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത്ര പെർഫെക്റ്റ് ഒന്നും ആവത്തില്ലായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തൊക്കെയാണ് അതൊക്കെ ഓക്കെ ആയിട്ടും ഇത്ര വർഷം കൊണ്ടാണ് ഓക്കെ ആയിട്ടൊക്കെ വന്നത്. ഇത്ര 10 കൊല്ലത്തോളം ആയല്ലേ. അപ്പം അതാണ് ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യണം എന്നൊക്കെ ഒരു താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് കാര്യം ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ ഞാൻ തയ്യൽക്കാർക്കൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് മാറി എൻ്റെ ഒരാക്കണേ. പിന്നെ ഞാൻ അമ്മച്ചിക്കുള്ളതും അമ്മച്ചിയുടെ ബ്ലൗസും ഞാൻ തയ്ച്ചു കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ചുരിദാർ അതുപോലെ തന്നെ വെട്ടാനൊക്കെ പഠിച്ചെടുത്തു. അതുപോലെ തന്നെ അംബ്രല്ല, മിഡി, അംബ്രല്ല, ലോങ് സ്കേർട്ട് ഇതൊക്കെ പഠിച്ചെടുത്തു. പിന്നെ പട്ടുപാവാടയും ബ്ലൗസും തയ്ച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ഇപ്പം പിന്നെ എല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാം തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒരിടത്ത് പോയി പഠിക്കുകയാണ് ഏറ്റവും ബെറ്റർ. അല്ലാതെ നമുക്ക് പഠിച്ചെടുക്കാം. മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. അത്രയേ ഉള്ളൂ കാര്യം. അപ്പം നമുക്ക് ആൻസൂട്ടം പോയെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. അവൻ ഏറ്റവും ലാസ്റ്റൊക്കെ ഇറങ്ങി വരാറുള്ളത്. നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ അതേ നമ്മുടെ ആൻസൂട്ടനെ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു? പഴംപൊരി തിന്നോ? ആര്? ഇവിടെ ആരും പഴംപൊരി ഒന്നും തിന്നിട്ടില്ല. നീ ഒരു ഭയങ്കര വിറ്റായി പോലെ മോണ പഠിച്ച ഞാൻ കേട്ടത് നീ പഴംപൊരി. ആ ഞാൻ അങ്ങനെ കേട്ടോട്ടോ. സദ്യയോ എന്നെ വല്ല കച്ചവടം വല്ലോട്ടോ ഇവിടെ. ഉണ്ണിയാളുടെ ബർത്ത്ഡേക്കോ ഏറാടിയോ എന്തൊക്കെയാണ്? അപ്പതാ നീ എപ്പ വരുവായിരുന്നു? നീ എപ്പ വരുവായിരുന്നു? നീ വണ്ടി കൊണ്ട് നിർത്തിട്ട് 2 മിനിറ്റ് ആയല്ലോ. നീ എവിടെ ആയിരുന്നു? നിന്റെ കൂട്ടുകാരൊക്കെ ഉണ്ടോ ആരെങ്കിലും? എന്നാ പിന്നെ വിളിച്ചോണ്ട് വരാൻ പറ്റാറുണ്ടോ? പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? ആ മൂല നിങ്ങൾ വന്നെന്ന് കാണട്ടെ. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നോ? എഴുതി വെച്ചോ? 2 പേപ്പർ എഴുതിയിട്ട് കാര്യമില്ല. അതിനകത്ത് വല്ലതും ഉണ്ടോ? എല്ലാം ശരിയാണോ എഴുതിയതാ? ഏതെങ്കിലും പാടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നോ? ഇല്ല. അവനല്ല എളുപ്പം. എപ്പ ചോദിച്ചാലും അവനെ എപ്പ ചോദിച്ചാലും എല്ലാം എളുപ്പം. കാത്തു കിട്ടിയ മുത്താണേ, തേടി കെട്ടിയ സത്താണേ, കട്ടെടുത്തൊരു മോഹം. ബാക്കറിയില്ല. ആർക്കാടാ സദ്യ കൊടുക്കണത്? ടീച്ചേഴ്സിനാ? അതെ, മറ്റേ പ്രീസ്റ്റ് ഡേ ഇപ്പൊ ഇവിടുത്തെ വികാരിയച്ഛന്റെ യോസേഫ് പിതാവിന്റെ ബർത്ത്ഡേക്ക് ടീച്ചർമാർക്ക് സദ്യയോ? അത് പറ്റത്തില്ല. യോസേഫ് പിതാവ് ഇതുവല്ല അറിഞ്ഞോടാ? അപ്പോൾ നമ്മൾ കരിമണ്ണൂർ ആർക്കാണ് അമ്മയ്ക്ക് കൊടുക്കണ്ട. നീ അമ്മയ്ക്ക് കൊടുത്താ എവിടെയുണ്ട്? ഇവിടെയും ഇല്ല. വേണ്ടിട്ടാ ചേട്ടാ, കൊറേ തയ്ക്കാണ്ട്. ഞാൻ ഓർന്നെങ്കിലും ഞാൻ തയ്ച്ചു വെക്കട്ടെ. കൊറേ ഇരുന്നങ്ങ് വെട്ടി വയ്ക്കാമെങ്കിൽ പിന്നെ എനിക്ക് ഓരോന്നോരോന്നെടുത്ത് തയ്ച്ചാ മതിയല്ലോ. അതിന് വേണ്ടിട്ടാ. പോകുമ്പോ ഒരു പട്ടിത്തീറ്റ വാങ്ങിച്ചോണ്ട് വരാം. ഇപ്പൊ വേണമെന്നില്ല, എനിക്ക് വൈകുന്നേരം ആയാലും പോയാ മതി. അതെവിടെയാ ഈ കത്ത് കിട്ടുന്ന സ്ഥലം?
എവിടെയാ കണ്ടാ? തയ്യൽ സാധനങ്ങൾ കിട്ടണോടത്ത് കിട്ടും. അത് എവിടെയാ? അത് എവിടെയൊക്കെയാ എനിക്ക് ഞാനും കണ്ടായിരുന്നു. എവിടെയാന്ന് ഇപ്പൊ കണ്ടുപിടിക്കണം. ഒരെണ്ണം ഡീപ്പോളിന്റെ അപ്പുറത്തുണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓ ആ കൂടി പോയി. ഒരു കട ഇല്ലേ ചേട്ടാ, ആ പട്ടരവട പിറ്റാപ്പള്ളിക്കാരുടെ കടയുടെ ഇടയ്ക്ക് പറഞ്ഞ ആ പട്ടിത്തീറ്റ വാങ്ങണതിന്റെ അവിടെ ഒരെണ്ണമുണ്ട്. തയ്യൽ സാധനങ്ങൾ കൊടുക്കപ്പെടുന്നു പറഞ്ഞ. ഓ വേണ്ട എന്നാ പിടിച്ചോ. വേണ്ട പല്ല് അന്ന് കണ്ണോ പോല. ഓ അന്നേരം ഓ മെഴുക ശ്രീനഗറൊക്കെ എങ്ങാണ്ട് പോയടാ തൊടുപുഴയ്ക്ക്. അറിഞ്ഞൂടാ. പരിപ്പടം വന്നേ നല്ല ടേസ്റ്റാ. കൊതി ശരിയാ നല്ല ടേസ്റ്റ്. കടിച്ചാ പൊട്ടൂല്ല. ഇത്ര മുണക്കം പോലെ നമ്മള് രാവിലെ നിലമെല്ലാം കെട്ടിക്കൊണ്ടുപോയില്ലേ, നിന്റെ അമ്മ വീടെടുക്കുമായിരുന്നോടാ? നിന്റെ അമ്മ വീടെടുക്കുമായിരുന്നോന്ന് ചോദിച്ചു. അത് എന്നെ കിട്ടിയെന്ന് അതൊന്നും അറിയില്ല, ചിലപ്പോ കിട്ടിക്കാണെന്ന് പറഞ്ഞു. ഇഷ്ടമായിരുന്ന കിട്ടണേ. അല്ല അവന് ക്യാമറ ആക്കിയത് അലർജി പോലെ ഇങ്ങനെ. എടുത്തില്ല. അത് കഴിഞ്ഞ് പച്ചക്കറി വേസ്റ്റ് എടുക്കാൻ പോയി. അന്നേരം തിരിച്ചു വന്നപ്പോ പട്ടയംകാവലയിൽ ഒരു കൊച്ചു ഓടി പാഞ്ഞു വരുവാ. ഒരു ബസ് വന്നപ്പോഴത്തേക്ക് ഓടി പാഞ്ഞു വന്നു. അത് ഓടണം ഓട്ടം അന്യായോട്ടാ, പണ്ടം കലങ്ങി ഓടിയ. ആ കൊച്ചിനെ ബസ് കിട്ടിയില്ല. നോമ്പ് കാലവും കൂടെ അല്ലേ. എന്നിട്ട് ഞാൻ വിളിച്ചവനെ, വിളിച്ചപ്പോ അവനെ നീങ്ങി വന്നു. അപ്പൊ നമ്മളവനെ അറിയില്ലല്ലോ, എനിക്ക് ആ കൊച്ചിനെ അറിയില്ല, യൂണിഫോം മാത്രമല്ല അറിയാമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ഞാൻ ആൻസിന്റെ അമ്മ, ആൻസിനെ അറിയാന്ന് വെച്ചാൽ അറിയില്ല എന്ന് പറഞ്ഞു. അവനെ 8ലാ പഠിക്കണേ. എന്നിട്ട് ഞാൻ നിന്റെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഇവനെ എനിക്ക് അറിയാന്ന് പറഞ്ഞു. ആ കൊച്ചിന് പേര് പറഞ്ഞു, ഞാൻ പേര് അറിയണ മുസ്ലിം കൊച്ചാ, എന്തോ ഒരു പ്രത്യേക പേരാ. എന്നിട്ട് അവനെ കയറ്റി ASK മുമ്പ് അവനെ എവിടെയെങ്കിലും ASKക്ക് വട്ടം കയറ്റി നിർത്താനായിരുന്നു. ഇറക്കുറ്റി ഇട്ട് പിടിച്ചിട്ട് കിട്ടിയില്ല. എന്നിട്ട് കുർബാനമറ്റത്ത് കൊണ്ടുപോയി ഇറക്കി അവനെ. അത് ഞങ്ങളവിടെ നിന്നു. അപ്പൊ ASK വന്നപ്പോ അവൻ കയറി അതില്ല. അപ്പൊ നമ്മള് വീട്ടിലേക്കും പോയി. കൊച്ചിന്റെ പേര് ചിലപ്പോ നിന്നോട് കാണുമ്പോ വന്ന് മിണ്ടുമായിരിക്കും. ഇനി ഏത് ഡിവിഷനാന്ന് ചോദിക്കാൻ മറന്നു. 8ല്. അത് നിന്റെ അത്രയൊക്കെ ഉള്ളത്. ഇച്ചിരി വണ്ണമുണ്ട്. ഒക്കെ ഒന്നും ഒത്തിരിയില്ല. നമ്മൾ മുതലക്കുളത്ത് അതിന്റെ വീട് ഇച്ചിരി ഉള്ളിലേക്കാന്ന് പറഞ്ഞത്. എന്തോരം നടന്ന് വന്നിട്ടായിരിക്കും. എന്തോരം നടന്ന് വന്നിട്ടായിരിക്കും കൊച്ച ആ ഓട്ടോ ഓടിയത്. 1 മണി ആയായിരുന്നു സമയം. എന്നിട്ട് ആ കൊച്ചിന് സന്തോഷം. അപ്പൊ നമ്മൾ ആൻസൂട്ടനെ തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ചിട്ട് നീ എന്നോട് വാങ്ങിയ ഞാൻ ബിന്ദു സ്ട്രീംസ് വന്നിട്ടുണ്ട്, അതൊക്കെ കണ്ടിട്ട് പോവാം. ആരാ? അമ്മായി. ബിന്ദു ഡ്രീംസ് നീയാ. നീയല്ലേ സ്വപ്നം. നിന്നിലൂടെ എന്റെ സ്വപ്നമൊക്കെ പോവാണ് ചെയ്യണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആൻസൂട്ടനെ സ്കൂളിൽ കൊണ്ടും വിട്ടു. തിരിച്ച് ആൻസൂട്ടനെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും. ബിന്ദു സ്ട്രീംസ് ബൈ. ചേട്ടന് പല്ലുവേനയാണ്. ഡോക്ടർ ഫിറോസിനെ കൊണ്ട് കാണിക്കാം അങ്ങോട്ട് പോലെ. ഫിറോസ് ഡെന്റൽ ഹബ്. ബൈ.